എല്ലാവർക്കും അമേരിക്കൻ ഡ്രീംസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഫ്ലോറിഡയിലാണ്. അപ്പോൾ അവിടെ എപ്പോഴും ഒരു ഹറിക്കെയിൻ സീസൺ ഉണ്ടാവും. അപ്പോൾ യൂഷ്വലി ചില ഹറിക്കെയിൻസ് അത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല, ചിലത് നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നാളെ ഒരു ഹറിക്കെയിൻ വരുന്നുണ്ട്. ആക്ച്വലി ഇന്ന് രാത്രി അത് തുടങ്ങും. അപ്പോൾ ഓൾറെഡി ഇവിടെ അതിൻ്റെ ഒരു ബഹളവും ആളുകളൊക്കെ വെള്ളം മേടിക്കാനും പിന്നെ കാറിന് പെട്രോൾ അടിക്കാനും എല്ലാം ഇങ്ങനെ ഒരു പരക്കം പായുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി കടയിൽ കയറി അത്യാവശ്യം കുറച്ച് സാധനം മേടിച്ചു. കാര്യം അവർ പറയുന്നത് വെള്ളവും പിന്നെ ബ്രെഡ് അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ കരുതി വെക്കാനാണ്. അപ്പം അങ്ങനെ കുറച്ച് സാധനമൊക്കെ മേടിച്ചു. ഇന്ന് രാത്രിയാണ്. ഇവിടെ അധികം പ്രശ്നം വരൂല എന്നാണ് അവർ പറയുന്നത്. കാര്യം ഒരു ബാൻഡ്, ഇപ്പോൾ ഇത് സർക്കുലർ ബാൻഡ് കാണിക്കുമ്പോൾ ആ ഒരു ബാൻഡ് മാത്രം ടാമ്പയിൽ ചെറുതായിട്ടൊന്ന് വരും. അപ്പോൾ കുറച്ച് മഴയും നല്ല രീതിയിൽ മഴയും കാറ്റും വരും. പക്ഷേ ഭയാനകമായ പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നാണ് അവർ ഓൾറെഡി പറയുന്നത്. നമ്മുടെ വീട് ഇരിക്കുന്നത് ഫ്ലഡ് സോൺ ഡിയിലാണ്. അതുകൊണ്ട് നമുക്ക് എവാക്യുവേറ്റ് ചെയ്യണ്ട. പക്ഷേ ഫ്ലഡ് സോൺ എ ബിയിലൊക്കെ ഉള്ളവർ മാൻഡേറ്ററി എവാക്യുവേഷൻ എന്ന് ഗവർണർ പറഞ്ഞു. അതവരൊരു പ്രിക്കോഷൻ എടുക്കുന്നതാണ്. കാര്യം വെള്ളമൊക്കെ കയറിക്കഴിഞ്ഞ ആളുകൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് ആയി പോവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ഞാൻ കടയിൽ പോയി കുറച്ച് സാധനമൊക്കെ മേടിച്ചു. ഹെലൻ എന്നാണ് ഹറിക്കെയിൻ്റെ പേര്, ഇന്ന് രാത്രി വരാൻ പോകുന്ന ഹറിക്കെയിൻ്റെ പേര്. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ ഹോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഞങ്ങൾ കോസ്കോയിൽ പോയി മേടിച്ച കുറച്ച് സാധനമാണ്. അധികമൊന്നും മേടിച്ചില്ല, ജസ്റ്റ് ഓടിപ്പോയി പെട്ടെന്ന് കുറച്ച് സാധനം മേടിച്ചിട്ട് വന്ന് ഇൻ കേസ് കറണ്ടൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് അത് കുറച്ച് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് നമ്മൾ കാറിൽ നിറയെ പെട്രോളൊക്കെ അടിച്ചു. പിന്നെ ഇത്രയും വെള്ളം നമ്മൾ മേടിച്ചോളൂ. കാര്യം ഇത് അധികം സിവിയറിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ ഓർത്തു അധികം വെള്ളമൊന്നും മേടിച്ച് വെക്കേണ്ട, പ്ലാസ്റ്റിക് കുപ്പിയല്ലേ. അപ്പം അത് മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സാധനമൊക്കെ മേടിച്ചു. അപ്പം ഞാൻ അതിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഒരു കോസ്കോ ഹോൾ. കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിച്ചത്. അപ്പം ഞാൻ ഓർത്തു നിങ്ങളെ അത് വേഗം ഒന്ന് ക്വിക്ക്ലി കാണിക്കാമെന്ന്. സോ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ എസ്പെഷ്യലി ഹറിക്കെയിനൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് എക്സ്ട്രാ സ്നാക്കും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹറിക്കെയിൻ വരുമ്പോൾ ഹറിക്കെയിൻ പാർട്ടി എന്ന് പറയും. പിള്ളേരെല്ലാം സ്കൂളൊക്കെ അടച്ച് 2 ദിവസം സ്കൂളൊന്നുമില്ല. അപ്പം അത് കാരണം പിള്ളേർക്ക് കുറേ സ്നാക്സ് പിള്ളേർക്ക് കഴിക്കാനൊക്കെ ഓൾറെഡി പൊട്ടിച്ചത്. എന്താണ് ഇതിന് പറയുന്ന ഫ്രിട്ടോസ്, എന്തൊക്കെയോ കുറേ സാധനമുണ്ട് ഇതിൻ്റെ അകത്ത്. ഫ്രിട്ടോസ് ഫ്ലേമിങ് ഹോട്ട്, ഇത് ഇച്ചിരി സ്പൈസി എന്നൊക്കെയാണ് പറയുന്നത്. ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതും പിന്നെ ഇതിൽ കുറേ പൊട്ടാറ്റോ ചിപ്സും കാര്യങ്ങളും പോപ്കോണും ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് നമ്മൾ ഫ്ലോറിഡയിലാകുമ്പോൾ നല്ല ഓറഞ്ചൊക്കെ കിട്ടും. അപ്പോൾ ശരിക്കും ഇത് എത്ര പൗണ്ടുണ്ട്? ഇതൊരു പൗണ്ടൊന്നും കാണുന്നില്ല. ഇത് കുറച്ച് വലിയ ഓറഞ്ചാണ്. ഇച്ചിരി പൊളിച്ച് കഴിക്കാനും പറ്റും, അല്ലെങ്കിൽ നമുക്ക് മുറിച്ച് കഴിക്കാൻ പറ്റും. പൊളിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ചെറിയ ഓറഞ്ചാണ്, പൊട്ടിച്ച് കാണിച്ച് ചെറിയ ഓറഞ്ചാണ്. അപ്പോൾ നമുക്കതിങ്ങനെ ചുമ്മാ ഇളക്കി കഴിക്കാൻ പറ്റും. ആണ് പറയുന്നത് മാൻഡറിൻസ് എന്നാണ് ഈ ഓറഞ്ചിനെ പറയുന്നത്, മാൻഡറിൻസ് എന്നാണ് ചെറുത്. ഇതിന് വേറെന്തോ പേരാണ് പറയുന്നത്, മറന്നുപോയി. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഗ്രേപ്സ് പല ടൈപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ മേടിച്ച റെഡ് സീഡ്ലെസ് ഗ്രേപ്സാണ്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ ഗ്രേപ്സൊക്കെ തന്നെ. പിന്നെ ഇത് കുറച്ച് നല്ലൊരു ടേസ്റ്റാണ്. ഇത് പല ടൈപ്പ് ടൊമാറ്റോസാണ്. അപ്പം നമുക്കിങ്ങനെ ചുമ്മാ സ്നാക്ക് ചെയ്യാനായിട്ട് വാങ്ങിച്ചിങ്ങനെ വെറുതെ കഴിക്കാൻ ഗുഡ് വെജിറ്റബിൾസ് ആയതുകൊണ്ട് നല്ല ഇറ്റ്സ് ബെറ്റർ ഫോർ യു. പല കളറിൽ വരും, അപ്പോൾ കാണാൻ നല്ല രസമാണ്. പിന്നെ ആസ് യൂഷ്വൽ സ്ട്രോബെറി, ബനാന. ഞാൻ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്ലാന്റ്, നമ്മുടെ ഏത്തപ്പഴം കണ്ട്, അപ്പം ഞാൻ അതും ഒരു പാക്കറ്റ് മേടിച്ച്. അത് പഴുത്ത് വരുന്നതേ ഉള്ളൂ ഏത്തപ്പഴം. ഇത് ശരിക്കും വരുന്ന മെക്സിക്കോ ഒന്നും അല്ലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ലെറ്റസ്, ഇത് നമുക്ക് മുറിച്ച് ഇങ്ങനെ സാലഡാക്കി കഴിക്കാം.
പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ബെറീസും, സ്ട്രോബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി എല്ലാം കൂടെ ഒരു പാക്കറ്റ് വരും. അപ്പം നമുക്ക് സ്മൂത്തി അടിച്ച് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. രാവിലെ ഇത് അടിച്ച് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നും വേണ്ട. അപ്പം അതൊക്കെയാണ് കുറേ ഫ്രൂട്ട് സെക്ഷൻ. പിന്നെ കുറച്ച് ക്രൊസാൻഡ് മേടിച്ചു. ഓൾറെഡി ഞാനിന്ന് വിശന്ന് രാവിലെ ഓഫീസിൽ പോകാൻ നേരത്ത് ഒരു ക്രൊസാൻഡ് എടുത്ത് കഴിച്ചു. അപ്പോൾ ക്രൊസാൻഡ് എന്ന് പറഞ്ഞാൽ എന്തോ പറയുക, നമ്മുടെ നാട്ടിലെ ബേക്കറി ബണ്ണില്ലേ അതൊക്കെ പോലെ തന്നെ, പക്ഷെ ഭയങ്കര ഫ്ലേക്കിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ചുമ്മാ എടുത്ത് വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സാലഡ് ഉണ്ടാക്കാം. അല്ല, ഈ ചിക്കൻ സാലഡൊക്കെ ഇല്ലേ അതൊക്കെ അതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് കഴിക്കാം. പിന്നെന്തുവാണ്, പിന്നെ മുട്ടയും പാലും ഒക്കെ അവിടെ നിന്നാണ് മേടിക്കുന്നത്. നമ്മൾ മേടിച്ചത് ഇത്തവണയൊക്കെ മറ്റേ എഗ്ഗ് മേടിച്ചില്ലേ, സാധാരണ നമ്മളൊരു ബ്രൗൺ എഗ്ഗാണ് മേടിക്കുന്നത്. ഇത്തവണ നമ്മൾ അതെല്ലാം തോന്നുന്നു എടുത്തത്. ഇത് ഇവിടുത്തെ ബനാനയാണ്. ഇവിടുത്തെ ബനാന ഈ ഒരു ടൈപ്പാണ്. നമ്മുടെ നാട്ടിലെ മോറിസ് പഴം പോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ ഡിഷ് വാഷിൽ ഇടുന്ന കോഡ് തീർന്നുപോയി. അപ്പം അത് ഒരു പാക്ക്. പിന്നെ നമ്മുടെ ട്രാഷ് ബിൻ. ഇവിടെ ട്രാഷ് ബിൻ ഇല്ലാത്ത നമുക്കൊരു ജീവിതമില്ല. അത് കാരണം അവിടുന്ന് തന്നെ കുറേ ട്രാഷ് ബിൻ, 13 ഗാലൻ്റെ 200 ബാഗുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി എനിക്ക് വൈറ്റ് ഷുഗർ ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പം ഈ ഓർഗാനിക് ഷുഗർ ഇൻ ദ റോ എന്ന് പറഞ്ഞിട്ട് കെയിൻ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഇന്ന് രാവിലെ ചായക്ക് വേണ്ടി അത് ഓൾറെഡി പൊട്ടിച്ച്, അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇരിക്കും നമ്മുടെ പഞ്ചസാര. ശരിക്കും പറയാം ഇത് കെയിൻ ഷുഗർ. അപ്പോൾ അവരത് ലെസ് പ്രോസസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പം അത് കുറച്ചുകൂടി വൈറ്റ് ഷുഗറിനേക്കാളും ബെറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കി വന്നത് ഞാൻ കവറിൽ തന്നെ വെച്ചു. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഓർഗാനിക് ഷുഗർ, കെയിൻ ഷുഗർ എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. ഇത് ആക്ച്വലി ഒരു 6 പാക്കറ്റ് വരും. 6 പാക്കറ്റ് വരും. 2 ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ മുറിച്ച് ആവശ്യമുള്ള ഒരു പാക്കറ്റാണ് ആവശ്യമെങ്കിൽ അത് മാത്രം മുറിച്ച് നമുക്ക് എടുക്കാം. ഇത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനമാണ് ഗ്രില്ല് ചെയ്യാനും ഒക്കെ. പിന്നെ ഇത് സാൽമണാണ്. അപ്പം സാൽമൺ ഫിഷ് ഫിലേ ആയിട്ട് കിട്ടും. അപ്പോൾ അത് മേടിച്ചു. പിന്നെ വലിയ ഷ്രിമ്പ് കണ്ട് അപ്പോൾ എനിക്ക് കൊതി വന്നു. നമ്മുടെ നാട്ടിലെ പോലത്തെ ഷ്രിമ്പ്, നല്ല വലിയ ഷ്രിമ്പ്. തലയുണ്ട്, ഇച്ചിരി പൊളിക്കണം. അപ്പോൾ അത് ഇച്ചിരി പണിയാണ്. പക്ഷേ ഇതിന് നമുക്ക് $17.50 ഉള്ളൂ. അപ്പോൾ ഇത് മേടിച്ച് എന്തായാലും കടയിൽ പോയോണ്ട് കുറച്ച് സാധനമൊക്കെ കൂടുതൽ മേടിച്ചു. പിന്നെ പാല്. ഇത് നമ്മൾ ഒരു 2 കുപ്പി പാല് മേടിക്കും അവിടെ പോകുമ്പോഴത്തേക്ക്. പിന്നെ ഓൾറെഡി കാഷ്യൂവും ബദാമും നമ്മൾ പൊട്ടിച്ചു രാവിലെ ഓഫീസിൽ കുറച്ച് കൊണ്ടുപോകാനായിട്ട്. പക്ഷെ നല്ല കാഷ്യൂ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ സോൾട്ടൊന്നുമില്ല, അൺസോൾട്ടഡ് ആണ്. അപ്പം ഇറ്റ്സ് ലൈക്ക് ഹെൽത്തി. അതുപോലെയാണ് ആൽമണ്ട്സും നല്ല അൺസോൾട്ടഡ് ആണ്. അപ്പോൾ സോൾട്ടൊന്നും അധികം ഇല്ല. പിന്നെ ഇത് നമുക്ക് ഇത്രയും സാധനത്തിൻ്റെയോടൊപ്പം നമ്മൾ കോഫി യൂസ് ചെയ്യുന്നത് ഡോണറ്റ് ഷോപ്പ് എന്ന് പറഞ്ഞൊരു കോഫി പൗഡറാണ്. അത് പക്ഷേ കോസ്കോയിലില്ല. അപ്പം നമ്മളത് വേറെ കടയിൽ നിന്നാണ് മേടിച്ചത്. കാര്യം നമുക്ക് ഈ ഒരു ഫ്ലേവറാണ് നമുക്കിഷ്ടം. അപ്പം അത് മേടിച്ചു. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്താ പറയുക, നമ്മുടെ ആ ഒരു മലയാളി ടച്ച് ഉണ്ടല്ലോ, മേടിച്ചാലും നമുക്കിങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുമ്പം, ഹരിക്കേനൊക്കെ വരെയല്ലേ, എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് നേരെ ഇവിടെ അടുത്തൊരു ഇന്ത്യൻ കടയുണ്ട്, അല്ല നമ്മുടെ മലയാളിയുടെ കടയാണ് ആക്ച്വലി. അപ്പോൾ അവിടെ പോയി നമ്മുടെ മസാല ടാപ്പിയൊക്ക, മസാല കപ്പ, പിന്നെ വേറെയും കുറച്ച് സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർ പൊട്ടിച്ച്, നമ്മുടെ അമ്മ ബനാന ചിപ്സ്, പിന്നെ നമ്മുടെ പക്കാവട, പിന്നെ എന്തായിരുന്നു, പിന്നെ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, ചക്കവറ്റൽ. ചക്കവറ്റൽ ഞാൻ ഓൾറെഡി അവിടെ പൊട്ടിച്ച് തിന്നാൻ തുടങ്ങി. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹറിക്കെയിൻ പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷേ ഫുഡ് വൈസുള്ള പ്രിപ്പയർനെസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസും ഒക്കെ എന്നെ മെസ്സേജ് ചെയ്യുക.
കഴിയുന്ന പോലെയൊക്കെ ഞാൻ മറുപടി അയക്കാറുണ്ട്. ഇപ്പം അധികം പിന്നെ വ്ളോഗൊന്നും ചെയ്യാത്തതുകൊണ്ട് ആരും മെസ്സേജ് ഒന്നും അയക്കാറില്ല. സോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ ഞാൻ ഒരു വേറൊരു വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. നാളെ പ്രത്യേകിച്ച് നമ്മുടെ ഹറിക്കെയിൻ വരുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാലും ഒരു തട്ടിക്കൂട്ടി വ്ളോഗൊക്കെ എടുക്കാം. സോ കീപ് വാച്ചിങ് അമേരിക്കൻ ഡ്രീംസ് ആൻഡ് ഡു സപ്പോർട്ട് മീ. Until then, it's Sajna. Bye bye.